ഞാനൊരു വക്കീൽ ഗുമസ്തനായിട്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ മകൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് വന്നു. എൻ്റെ മകനിപ്പോൾ 20 വയസ്സുണ്ട്. അവന് ഒരു 5 വയസ്സുള്ളപ്പോൾ, അതായത് ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഒരു ആവശ്യ ക്ലിനിക്കിൽ അവനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ചെറിയ ക്ഷീണം തോന്നിയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ ഷുഗറിൽ നിന്ന് പിന്നെ അത് കുറക്കാനോ കൂട്ടാനോ അത് കുറയാനോ പിടിക്കാനോ നിന്നില്ല, അത് കൂടി തന്നെ നിന്നു. ശരീരത്തിൽ ഷുഗറിൻ്റെ അസ്ഥിരതകൾ വളരെ കൂടി. പിന്നെ ഇൻസുലിനിലേക്ക് കിടന്നു. വക്കീൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്യുമ്പോൾ പിടിപ്പത്, ജോലിയുടെ ടെൻഷൻ വേറെയും, അങ്ങനെയായിട്ട് നല്ല രീതിയിലും ഒരുവിധം നല്ല രീതിയിൽ ജോലി സംബന്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷുഗർ എന്നെ കീഴ്പ്പെടുത്തിയത്. ഷുഗർ എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ എനിക്ക് ന്യൂമോണിയ ആയിട്ടാണ് വന്നത്. ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം അധികരിച്ച് എൻ്റെ കിഡ്നിയെ ബാധിച്ചു. കിഡ്നി പ്രവർത്തനം സ്റ്റോപ്പായി. ഡയാലിസിസിലേക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെ ആഴ്ചയിൽ 3 ഡയാലിസിസിലൂടെയാണ് ഇപ്പം ഞാൻ നിലനിന്ന് പോകുന്നത്. എൻ്റെ ഈ ഫിസ്റ്റുല, ഈ ഭാഗത്താണ് ഈ ഫിസ്റ്റുല ഭാഗം. ഇതിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്ത് ബ്ലഡ് പുറത്തെടുത്താണ് ഡയാലിസിസിന് ഉള്ള കർമ്മങ്ങൾ അവർ ചെയ്യുന്നത്. എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാനിത് ചെയ്യുന്നത്. ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഇന്ന് വരെയും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഡയാലിസിസിന് തന്നെ മാത്രം 2500 വരും. അതിൻ്റെ കൂടെ അതിനുവേണ്ടി അനുബന്ധ ഇഞ്ചക്ഷൻ വേറെ, ശരീരം നിലനിൽക്കാനുള്ള ഇഞ്ചക്ഷൻ വേറെ, രക്തം കുറഞ്ഞു പോകുന്ന അവസ്ഥ വേറെ, കാലിലേക്ക് രക്തം പാസ് ചെയ്യാതെ കാലിലേക്ക് മുഴുവൻ വേദന, BP കുറയുന്നത്, പൊട്ടാസ്യം കുറയുന്നത്, ഇതെല്ലാം ഈ ഡയാലിസിസിൻ്റെ മാത്രം പ്രത്യേകതകളിലൊന്നാണ്. അതിനൊക്കെ വെവ്വേറെ മരുന്നുകൾ ആ സ്പോട്ടിൽ തന്നെ അവർ ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റും. അതിനൊക്കെ കൂടി അവർ ഒരു ചാർജ് നമ്മളുടെ നിന്ന് ഈടാക്കും. അതെല്ലാം കൊടുത്ത് അതെല്ലാം തരണം ചെയ്താണ് ഇന്ന് വരെ, ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുന്നത് വരെ ഞാനിങ്ങനെ നിലനിന്ന് പോകുന്നത്. വയ്യ, തീരെ വയ്യ. ശരീരം ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും മനസ്സിന് മാത്രം ഇത്തിരി ബലമുണ്ട്. അതും ഇങ്ങനെ ക്രമേണ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും പ്രഥമദൃഷ്ടിയിലും നമ്മൾ ഈ ഒരു വണ്ടി വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെയായാലും ഹോസ്പിറ്റൽ എക്സ്പെൻസും വണ്ടിയുടെ ചാർജുകളൊക്കെ കൂടി നമ്മൾക്ക് ഭയങ്കര ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സാധാരണ ഫാമിലിയാണ് എൻ്റേത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഭാര്യയ്ക്കും സുഖമില്ല. 2 മക്കളാണ്, അവരും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ മദർ, അവർക്കും സുഖമില്ല. അവരും സ്ട്രോക്ക് വന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നതാണ് എൻ്റെ അമ്മ. അവരും ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും കൂടി അടങ്ങുന്നതാണ് ഈ കുടുംബം. എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതായിട്ട് 3 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഈ 3 കൊല്ലങ്ങൾക്കുള്ളിൽ ഞാൻ ഭയങ്കര ദരിദ്രാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ എന്തെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇതിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, മക്കൾക്കും വേറെ ജോലികളൊന്നും ആയിട്ടില്ല. എൻ്റെ ഫാദറാണെങ്കിൽ മരണപ്പെട്ടു പോയി. വേറെ ആൾക്കാരുടെ സഹായങ്ങൾ കിട്ടാനായിട്ടുള്ള വേറൊരു മാർഗ്ഗങ്ങളൊന്നുമില്ല. നല്ലവരായ നാട്ടുകാരിൽ എല്ലാവർക്കും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷി ഈ സാധാരണ നാട്ടുകാർക്കില്ല. പലരും പല രീതിയിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു സഹായങ്ങൾ അവരുടെ നിന്ന് കിട്ടിയാൽ ആയി. അതല്ലാതെ അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് അവർക്ക് തീരെ വയ്യ, സാധ്യതയില്ല. നമ്മുടെ നാട്, ഈ വൈപ്പിങ്കര എന്ന് പറയുന്ന ഗ്രാമം, ഈ കടലോര മേഖല, വെള്ളം കയറി മുടിയുന്ന പ്രദേശം, സാധാരണ ചെറിയ ജീവിതങ്ങൾ, ചെറിയ കച്ചവടങ്ങൾ, എല്ലാം മത്സ്യബന്ധനത്തിന് ആസ്പദമായിട്ട് ജീവിക്കുന്ന ഒരു തൊഴിലാളി സമൂഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് നമ്മളെ സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതിൽ നിന്നൂന്നിയാണ് ഞാനിപ്പോൾ ജീവിച്ചു പോണത്. നല്ലവരായ സുഹൃത്തുക്കളുടെയും കരുണയുണ്ട്, നാട്ടുകാരുടെയും കരുണയുണ്ട്. പിന്നെ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ പ്രൈവറ്റ് ആശുപത്രിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർക്ക് കരുണ കാണിക്കാൻ നമ്മളോട് തീരെ നിർവാഹമില്ല. കാരണം വെച്ചാൽ അതൊരു ബിസിനസ്സായിട്ടാണ് അവരത് മുന്നിൽ കൊണ്ടുപോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാരും ഡോക്ടർമാരും ഒരു പേഷ്യൻറ്റിന് നൽകുന്ന എല്ലാ പരിഗണനയും അവർ നൽകുന്നുണ്ട്. പക്ഷേ
ഈ അത് നമ്മൾ അവർക്ക് ആ പൈസ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിച്ച് അവരൊക്കെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവരെങ്ങനെയുള്ളത്. ഒരു ദിവസം പോലും നമുക്ക് ഇതുവരെ മുടക്കെടുത്ത എൻ്റെ ശരീരം ആകെ മോശാവസ്ഥയിലേക്ക് പോകും. ഈ ശരീരത്തിൽ അഴുക്കുകൾ കെട്ടിക്കിടന്ന് എനിക്ക് ശ്വാസം മുട്ടലും ചുമയും പനിയും വല്ലാത്ത ഒരു ശാരീരിക അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകും. അത് കണ്ട് എൻ്റെ വീട്ടുകാർ കിടന്ന് കരയും. ആ കരച്ചിൽ താങ്ങാൻ എനിക്കും പറ്റില്ല. എങ്ങനെയെങ്കിലും അത് ഒരു മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന പല ഘട്ടങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിതം നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം തന്ന ഈ ജീവൻ എനിക്കങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ, കളയാൻ പറ്റില്ല. എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ചിലപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കാലക്കേട് കൊണ്ട് എനിക്ക് രോഗം പിടിപെട്ടായിരിക്കാം. എന്നാലും എനിക്ക് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ്. ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും നടക്കണത്, ആൾക്കാരോട് കെഞ്ചുന്നത്, ആൾക്കാരോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ആരെങ്കിലും എന്നെ സഹായിച്ചാൽ എൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഓരോ ദിവസത്തെയും എൻ്റെ ഇപ്പോഴുള്ള ഉദ്ദേശം. ഇപ്പോഴുള്ള ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് നിലവിൽ ഡോക്ടർ ഈ അടുത്ത കാലത്തും കൂടി വരെ ഞാൻ കിഡ്നി എവിടെയെങ്കിലും ഏതെങ്കിലും ഇത്ര ശതമാനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കിഡ്നി ചെക്കപ്പ് വീണ്ടും നടത്തേണ്ടായി. അതിൽ പൂർണ്ണമായിട്ടും കിഡ്നി പണിമുടക്കിയിരിക്കുകയാണ്. കിഡ്നി സ്റ്റക്കാണ്. 2 കിഡ്നിയും വർക്കിംഗ് അല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അതോടൊപ്പം തന്നെ മാത്രമല്ല, ഈ ഡയാലിസിസിൻ്റെ അനന്തരഫലമായിട്ട് എൻ്റെ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു. 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു. ഈ കണ്ണിലേക്കുള്ള ഞരമ്പിലേക്ക് രക്തപ്രവാഹം ഇല്ല. അത് ഞരമ്പ് ബ്ലോക്കായി. ഇനി ആ ഞരമ്പിലേക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ രക്തം കട്ടിപ്പിടിച്ചത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാഴ്ച ഭാഗികമായിട്ടെങ്കിലും കിട്ടുമെന്ന് ഐ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ രക്തമില്ല. HB എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്ന് കാലത്ത് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് എൻ്റെ HB 6 ആണ്. അതൊരു 12 ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങൾ സാധ്യമാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, ബ്ലഡ് സർക്കുലേഷൻ പല ഭാഗത്ത് ബ്ലഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും സർക്കുലേഷൻ ചെയ്യാത്തത്. ഈ കടുത്ത ഷുഗറിൻ്റെ പുറത്ത് എൻ്റെ കാലുകളിലേക്ക് 2 കാലുകളിലേക്കും പ്രവാഹം ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ 2 കാലുകളിലെയും ഞരമ്പുകൾക്ക് വീക്കം സംഭവിച്ചു. ഈ ചെറുവിരലുകൾ മുതൽ പെരുവിരലുകൾ വരെ രക്തമില്ലാതെ മരവിച്ച്, അത് കാല് നിലത്ത് കുത്തിയാൽ അത് നിലത്ത് കുത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, അതെവിടെയാണ് ടച്ച് ചെയ്യണത്, ഏതെങ്കിലും സൈഡിൽ കൊണ്ടോ ആ വേദന പോലും അറിയാത്ത നിർജീവമായ ഒരവസ്ഥയിലാണ് എൻ്റെ 2 കാലുകളിലും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് രക്തപ്രവാഹം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇയർ ബാലൻസിങ്, തല വേച്ചു പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് ഒരടി നടക്കാൻ പറ്റില്ല. ഒരടി നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ സഹായം വേണം. അത് എൻ്റെ ഉമ്മാക്കാണെന്നുണ്ടെങ്കിൽ സുഖമില്ല, എൻ്റെ ഭാര്യക്കാണെങ്കിൽ സുഖമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് സഹായിച്ച് അവർ വണ്ടി കൊണ്ടുവന്ന് കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള രീതി. അതുകൂടാതെ എൻ്റെ ശരീരത്തിലേക്ക് ഈ കിഡ്നി വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയിൽ എൻ്റെ ശരീരത്ത് ധാരാളം തന്നെ ചൂട്, പുകച്ചിൽ, ചില സമയങ്ങളിൽ കുരുക്കൾ, ചില സമയങ്ങളിൽ എൻ്റെ തലക്ക് പെരുപ്പുകൾ, കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്ക് മറ്റുള്ള വിഷയങ്ങൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്, ആകപ്പാടെ വല്ലാത്ത ഒരു മോശം ഒരു അവസ്ഥയിലാണ് എൻ്റെ ശരീരവും ഞാനും ഓരോ ദിവസവും ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത്. ഞാനൊരു കലാകാരനായിരുന്നു. ഇപ്പോഴും കലാകാരൻ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചിത്രങ്ങൾ വരക്കാനോ പെയിൻറ്റ് ചെയ്യാനോ കഥകൾ എഴുതാനോ പുസ്തകങ്ങൾ വായിക്കാനോ ഒന്നിനും എനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, സാഹചര്യമില്ല. പിന്നെ ഞാൻ സിനിമകളായിട്ട് ബന്ധപ്പെട്ട് സിനിമയ്ക്ക് കഥകൾ എഴുതാനും തിരക്കഥ എഴുതാനും അതിൻ്റെ പുറകെ 1-2 സിനിമകൾ എൻ്റേതായിട്ട് എൻ്റെ പേരിൽ തന്നെ പുറത്തിറങ്ങിയ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഈ രോഗം വന്നതിന് മുമ്പ് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല സിനിമകൾക്കും അതിൻ്റെ കഥകൾ പറയാനും തിരക്കഥ എഴുതാനും ഒക്കെ ആയിട്ട് എനിക്ക് ഓഫർ കിട്ടിയെന്ന് വെച്ചാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു എനിക്ക് പെട്ടെന്ന് ന്യൂമോണിയ വന്നത്. ഒരു പനി വന്നതാണ്. പനി വന്ന് ഞാൻ നേരെ ഒരു ക്ലിനിക്കിലേക്ക് ചെന്നു. അപ്പോൾ ന്യൂമോണിയ പറഞ്ഞു. അപ്പോൾ തുടർന്ന് അതിൻ്റെ ചികിത്സയിൽ ബെറ്റർ ഒരു ഹോസ്പിറ്റലിലേക്ക് നീങ്ങി, ആശ്രം മെഡിസിറ്റിയിലേക്ക് നീങ്ങി.
നീങ്ങിയപ്പോൾ എൻ്റെ കിഡ്നിയെ അത് കാര്യമായി ബാധിച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഈ 3 വർഷക്കാലം എനിക്കെങ്ങും പോകാൻ പറ്റാതെ എൻ്റെ കാഴ്ചയും പോയി. ഞാനിപ്പോൾ ഈ വീട്ടുതടങ്കലിൽ എന്ന് പറയുന്ന പോലെ ആശുപത്രിയിലും വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കലാപ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് നഷ്ടമായി. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പല ഓഫറുകളും പല കാര്യങ്ങളും ചിലപ്പോൾ വൈകിയ വേളയിലായിരിക്കും ഞാൻ കലാപരമായ കാര്യങ്ങൾ കൂടുതൽ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ എൻ്റെ രോഗം എന്നെ ഒന്നിനും വയ്യാത്തവനാക്കി മാറ്റി, എന്നെ വളരെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞ് എനിക്ക് ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി. എൻ്റെ കല ഇതോടുകൂടി അസ്തമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെനിക്ക് തീരാത്ത വേദനയുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ നിലവിലുള്ളത് കൊണ്ടാണ് ആ വേദനയുടെ ആഴം ഒന്നും കൂടി കൂടുന്നത്. പല സുഹൃത്തുക്കളും പല ആൾക്കാരും പല രീതിയിലുള്ള സഹായങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വേദന ഞാൻ താൽക്കാലികമായിട്ട് മറക്കും. സിനിമ ഞാൻ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എൻ്റേതായിരുന്നു. അത് പാതിവഴിയിൽ വെച്ച് മുടങ്ങി. ഡേ ആൻഡ് നൈറ്റ് ഗെയിം എന്ന് പറയുന്ന സിനിമ ഷിബു പ്രഭാകർ സംവിധാനം ചെയ്ത് ഒരു സിനിമ ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത് പോയിട്ടുണ്ട്. വീണ്ടും പുതിയ സിനിമക്ക് തിരക്കഥ എഴുതി ആ സിനിമയുടെ കാര്യങ്ങളിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ അസുഖം വന്നത്. ഇപ്പോൾ അവർ എന്നെ മാറ്റിയിട്ട് വേറെ എഴുത്തുകാരനെ തേടി അവർ ആ സിനിമ ചെയ്തു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് എൻ്റെ ബോധവും എൻ്റെ കാഴ്ചയും എൻ്റെ ചിന്താഗതികളും ഒരു കഥയ്ക്ക് വേണ്ടി ഇപ്പോൾ നിലകൊള്ളുന്നില്ലാത്തതുകൊണ്ടാണ് അവരെന്നെ മാറ്റാനുള്ള കാരണം. പക്ഷേ എത്ര കഠിനമായ വേദനയിലായാലും എത്ര കിഡ്നി പൂർണ്ണമായും പണിമുടക്കിയ കിഡ്നി ആയിരുന്നാൽ കൂടിയും എനിക്ക് എൻ്റെ കഴിവ്, ദൈവം തന്ന കഴിവ് അത് വിനിയോഗിക്കാനായിട്ട് എനിക്കിപ്പോഴും സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. അതിനിടയിൽ ഈ പല്ല് പോകാനും മൂക്കിൻ്റെ എല്ലൊടിഞ്ഞതും ഒരു ആക്സിഡൻറ്റ് എനിക്ക് പറ്റിയിരുന്നു. ഈ ആക്സിഡൻറ്റ് പറ്റി അതൊരു കൊറോണ സാഹചര്യത്തിൻ്റെ സമയത്താണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയത്. ഈ ആക്സിഡൻറ്റ് മൂലം ആണ് എനിക്ക് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റി ഒരു 2-3 മാസക്കാലം ഞാൻ പിന്നെ കിടപ്പിലായി. അത് കഴിഞ്ഞ് മെഡിസിൻ എടുത്ത് വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ന്യൂമോണിയയുടെ രൂപത്തിൽ ഈ സംഭവം വന്നത്. അതൊക്കെ ഈ 2-3 മാസക്കാലം കൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം വന്നത്. അപ്പോഴത്തേക്കും പല്ല് പോയി, പല്ല് വെക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അപ്പോഴത്തേക്കും ഈ കിഡ്നി കംപ്ലയിൻറ്റ് വന്ന് വീണ്ടും പല്ല് വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വെച്ച വെപ്പ് പല്ല് അവർ ഊരി മാറ്റും. അതുകൊണ്ട് പല്ല് വെക്കാതെ ഈ ആക്സിഡൻറ്റ് മൂലം വന്ന എല്ലാ സ്ഥിതിഗതികളുടെയും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് തീരാതെയാണ് അടുത്ത വലിയൊരു ദുരന്തത്തിലേക്ക് എൻ്റെ ശരീരം പോയത്. എൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടു. പിന്നെ ഈ മൂക്കിൻ്റെ എല്ലൊടിഞ്ഞതും ഈ പല്ല് പോയതും ഈ അതിനോടനുബന്ധിച്ച് വരുന്ന ശാരീരിക എല്ലൊടിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റിയത് ബസ്സിൽ നിന്ന് വീണതാണ്. ബസ്സിന് ഡോറുണ്ടായില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോൾ അവർ ആ സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നീക്കി നിർത്താനായിട്ട് ബസ്സൊന്ന് വീശിയെടുത്തപ്പോൾ ഡോറിൽ ഇറങ്ങാൻ നിന്ന് ഞാൻ തെറിച്ച് റോട്ടിലേക്ക് വീണ്. ഭാഗ്യം കൊണ്ട് ബാക്ക് വീൽ എൻ്റെ മേത്ത് കയറാതെ ഞാൻ റോട്ടിൽ മുഖമടച്ച് വീണപ്പോഴാണ് ഈ മുഖവും തലയും തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായിരുന്നു. ഈ കൈ എല്ലിന് ഫ്രാക്ചർ വന്നു. ഈ കുത്തി വീണുകൊണ്ട് ഇവിടെ എല്ലിന് ഫ്രാക്ചർ വന്നു. ഇത് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. റിബ് ഫ്രാക്ചർ വന്നു. ഇങ്ങനെ ഫ്രാക്ചേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. മൂക്കിൻ്റെ എല്ല് ഇപ്പോഴും ഒടിഞ്ഞിരിക്കുന്നതാണ്. ഇതുണ്ട് ഈ വളവ്. അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ബാലൻസ് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ല. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കെ വീണ്ടും എൻ്റെ ജോലി ഭാരങ്ങൾ കൂടിയപ്പോൾ ഞാൻ ജോലിയിലേക്ക് വീണ്ടും വന്ന് ഇൻവോൾവ് ആയി. ആഴ്ചയിൽ 3 ദിവസമാണ് എനിക്ക് ഡയാലിസിസ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നിന്ന് ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കാണ് ഡയാലിസിസ് പോണത്. ഇവിടെ നിന്ന് ഞാൻ കാറിന് യൂബർ വിളിച്ചോ അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോ പോകും. അതിന് 650 രൂപയാണ് ഈ മാലിപ്പുറത്ത് നിന്ന് ഈ ലക്ഷ്മി ഹോസ്പിറ്റൽ വരെയുള്ള ഒറ്റ തവണത്തെ ചാർജ്. തിരിച്ച് 4 മണിക്കൂർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ 650 രൂപ തന്നെ വീണ്ടും പേ ചെയ്യണം. ഈ ഡയാലിസിസിൻ്റെ കാശും
ഈ ഇഞ്ചക്ഷൻ്റെ കാശൊക്കെ കൂടി വരുമ്പോഴത്തേക്കും ഒരു ഈ കാശ് 2000-3000 എനിക്ക് ഒരു ഡയാലിസിസിന് ഒരു ദിവസം ചിലവ് വരും. അപ്പോൾ 3 ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുമ്പോൾ എനിക്ക് 9000 രൂപയുടെ ചിലവുകൾ മാത്രമുണ്ട്. ഇതിന് വേണ്ടി മാത്രം മാനേജ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. നേരത്തെ മാനേജ് ചെയ്തത് പല ആൾക്കാരുടെയും സഹകരണങ്ങൾ കൊണ്ടായിരുന്നു മാനേജ് ചെയ്തിരുന്നത് വെച്ചത്. എപ്പോഴും ആ സഹകരണങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോൾ തീർത്തും കിട്ടാതെ വന്നു. അപ്പോൾ ഇപ്പോൾ മാനേജിങ് പരിപാടി മുടങ്ങി. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് സുഖമില്ല, അവനെന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം എന്ന് 1, 2, 3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇനി വീണ്ടും വന്നേക്കണം, ഇനി അവനെങ്ങനെ വീണ്ടും സഹായിക്കും, എൻ്റെ ആണെങ്കിൽ പോക്കറ്റിലാണെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പാവങ്ങളാണ് ഇവിടെ ഉള്ളവർ. അവരും പണിക്ക് പോയിട്ട് വേണ്ടി ഇത് ഒപ്പിച്ചെടുക്കാൻ. അപ്പോൾ എനിക്ക് ഒരു 3000 രൂപ തന്ന് അല്ലെങ്കിൽ എനിക്കൊരു 5000 രൂപ തന്ന് നിൽക്കാനായിട്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരു 5-6 പ്രാവശ്യം തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6ാമത്തെ പ്രാവശ്യം അയാളും ചിന്തിക്കും, അയാളുടെ ഭാര്യയും ചിന്തിക്കും, കുടുംബവും ചിന്തിക്കും. നിരന്തരം എനിക്കിത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജീവൻ നിലനിർത്തണ്ടേ. അപ്പോൾ പുതിയ എനിക്ക് പരിചയമുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ അല്പാൽപമായിട്ടാണെങ്കിലും തന്നുകൊണ്ടാണ് മാനേജ് ചെയ്ത് പോയിരുന്നു വെച്ചത്. ഇന്നിപ്പോൾ ഭയങ്കര പ്രതിസന്ധി ഘട്ടമായി. ഈ പ്രതിസന്ധി ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനിയന്മാരുണ്ട് 3 പേര്. അതിലൊരാൾക്ക് ജോലിയില്ല. ഒരാൾ ഗൾഫിൽ അതൊരു കേസിൽ കുടുങ്ങി അയാൾ അവിടെ ജയിലിൽ കിടക്കണേണ്. 3ാമത് ഉള്ള ആളാണ് ഞാൻ. 3 പേര്, 3 ആൺമക്കളുടെ ഒരാളാണ് ഞാൻ. 2 പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടാവുന്ന രീതിയിലുള്ള അവരുടെ സഹായങ്ങൾ എനിക്ക് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ എനിക്ക് നിലവിൽ നിന്ന് പോകുന്നത് എൻ്റെ ഇളയ അനിയൻ്റെ കയ്യിലെ കാശും കൊണ്ട് അവൻ വന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ അവനൊരു ഓട്ടോറിക്ഷയുടെ ഇതിൽ വിളിച്ച് ആ കാശ് അവൻ കൊടുക്കുകയോ ചെയ്യുന്ന കൊടുത്തോട്ടാണ് ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.